അപ്പോഴില്ലേ കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ദാ നല്ലൊരു വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. വെയിൽ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച കാര്യം ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഓരോ ചെടിച്ചട്ടിയിലും ഒരുപാട് കളകളും പുല്ലും ഒക്കെ വളർന്നിട്ട് ചെടിയേക്കാളും ഉയരത്തിലും വലിപ്പത്തിലൊക്കെ ആയിട്ടുണ്ട്. എല്ലാത്തിനെയും ഒന്ന് പറിച്ച് കളയാണ് കേട്ടോ. പിന്നെ ഷെമി ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൊഗിൻവില്ല എപ്പോഴാണ് വെട്ടിക്കളയുന്നതെന്ന്. അത് മഴയ്ക്കനുസരിച്ചിട്ടാട്ടോ. അടഞ്ഞ മഴ പെയ്യാണെങ്കിൽ ബൊഗിൻവില്ല ഞാൻ വെട്ടാറില്ല. മഴയൊക്കെ പോയത് അതുപോലെയുള്ള നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ വെട്ടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും എന്താ കുട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവനെ വീഡിയോ എടുത്തപ്പോൾ അവൻ്റെ മസിലൊക്കെ കാണിച്ച് തന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാട്ടോ. ഇവിടെ CCTV പോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ, നന്നായി വളർന്ന് നിന്നിരുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ. അതിനെ മുഴുവൻ ഒച്ച് തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ എന്തെങ്കിലും ഒരു മരുന്നൊക്കെ ഒഴിച്ചു കൊടുക്കണം. എന്തായാലും മഴ പോയപ്പോൾ കുറച്ച് ചെടികളിലേക്ക് കളയൊക്കെ കളഞ്ഞ് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുട്ടു വിശക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചോളകം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊരു പീസും ഒരു അര ഗ്ലാസ് പാലുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പാല് കുടിക്കാൻ അവന് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് അടിച്ചു വരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കളയൊക്കെ പകുതി ചെടികളുടെ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ദിവസമായി ഒന്ന് വൃത്തിയായിട്ട് മുറ്റടിച്ച് വാരിയിട്ട്. ഇനി പൂക്കാലത്തിന് വേണ്ടിയിട്ട് ഓരോ ചെടികളെയും ഒരുക്കി വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ട്. മണ്ണൊക്കെ മാറ്റി ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ മിക്സാക്കി ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട്. ഓരോ ദിവസം ഓരോ പണികളൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം വിളക്ക് കത്തിക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഉൾവശമൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ തുടച്ചിട്ടു. രാവിലെ ഞാൻ ഇത് ചെയ്യാറില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ മീൻ കഷ്ണവും ഒരു 2 ഉരുള ചോറും കൂടെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിന്ന് എല്ലാ തുണികളും ഒന്ന് നന്നായി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. കുറേ ദിവസത്തിന് ശേഷമാണ് ഇതുപോലെ നന്നായിട്ട് തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുന്നത്. വെയിൽ കൊണ്ട് ഉണങ്ങുന്ന തുണികൾക്കൊക്കെ വല്ലാത്തൊരു മണമൊക്കെയാണ് അല്ലേ. എന്തായാലും ഇനി ബെഡ്ഷീറ്റും ബെഡുകളും എല്ലാം ഒന്ന് വെയിലത്തിട്ട് ഉണക്കണം. പക്ഷേ ഇന്ന് ഞാൻ ഈ വെയിലിനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം വരെ മഴ പെയ്യുമെന്നൊരു പേടിയിൽ അങ്ങനെ എല്ലാ ഡ്രസ്സൊന്നും കഴുകിയില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കഴുകി നന്നായി ഉണക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:30 ആകുമ്പോൾ നല്ല വിശപ്പല്ലേ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടലുണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഒരു ഗ്രീൻ ഹെൽത്തി ഷേക്ക് കൂടി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. കർക്കിടകത്തിൽ 10 ഇല കഴിക്കണം എന്നൊക്കെ പറയും. 10 ഇലയൊന്നും കിട്ടാനില്ല. കിട്ടുന്ന ഇലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ. അപ്പം ഞാനിതാ കുക്കുംബറും ഇഞ്ചിയും ക്യാരറ്റും മല്ലിയിലയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ കേട്ടോ. ഇത് തന്നെയാണ് നമ്മുടെ ഗ്രീൻ ഷേക്ക്. പക്ഷെ ഒരുപാട് നല്ലതാണ്. അങ്ങനെ ഞാൻ ഷേക്കിനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച്. ചെറുതായിട്ടൊരു തണുപ്പ് ഉണ്ടാകുമ്പോഴാണ് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വിളക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. വൈകുന്നേരത്ത് ഞാൻ കിടക്കുന്ന സമയത്തെ കുളിക്കാറുള്ളൂ. അങ്ങനെ ഞാൻ പുതുതായിട്ട് സാമ്പ്രാണി പുകയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് പുകച്ചൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് നാമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ ഷേക്കിനെ എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ഇതിൽ ക്യാരറ്റൊന്നും നല്ലപോലെ അരിഞ്ഞിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ലതല്ലേ. അപ്പം ഞാൻ കുറച്ച് ഉണ്ണിയേട്ടനും കൊടുത്തു, ബാക്കി ഞാനും കുടിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.